E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് now. ഹലോ നമസ്കാരം ഫ്ലവർ. അയ്യോ നമ്മൾ എന്തിനാ പോന്നേ? ഇന്റർവ്യൂ എടുക്കാൻ. ഇന്റർവ്യൂ എടുക്കാൻ. ആരാ എന്താ എങ്ങനാന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്റർവ്യൂ കൊടുക്കണല്ലേ? ഇൻട്രോ. ഞാൻ മറന്നുപോയി. നമ്മളിപ്പോൾ വൈക്കത്താണ് എത്തിയിരിക്കുന്നത്. വൈക്കം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് വൈക്കത്തഷ്ടമി. പാട്ടൊക്കെ മതി. ഓക്കെ, വൈക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കലാ സാംസ്കാരിക മേഖലയിൽ ഒരുപാട് പ്രമുഖർ ജനിച്ച ഒരു സ്ഥലമാണ് വൈക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറച്ച് സമയം അല്ലേ? വാ. വീട് തന്നെ ആയിരിക്കണം. അല്ല എന്തോ എന്നോട് ചൊല്ലി. അല്ല ഞാനല്ല, നീയല്ലേ ഇന്റർവ്യൂ ചെയ്യണം. നീയല്ലേ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞേ? അതെങ്ങനെയാണ് നീ അതെ, വേറൊരു കാര്യമുണ്ട്. അവിടുന്ന് വല്ല സ്നാക്സും എന്തെങ്കിലും ദോശ അങ്ങനെ തരും. വേണ്ടാന്ന് പറയണം, ആക്രാന്തം കാണിക്കരുത്. എനിക്കും അച്ഛനോടും പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആക്രാന്തം കാണിക്കരുത്. വിജയലക്ഷ്മി അല്ല. ഓ അല്ല, മാറിപ്പോയി. ഇങ്ങോട്ട് വന്നേ. ഈ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ വീടല്ലേ? അതെല്ലോ. ഞാൻ പൊന്നു, ഇതെന്റെ അച്ഛൻ ചന്തു. അതെ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ സുപ്രഭാതം. കാലത്തെ വിളിച്ചിരുന്നു. ചേച്ചി അകത്തുണ്ടോ? ചേച്ചി പ്രാക്ടീസ് ചെയ്യാ മോളില് ഗായത്രി വീണ. അമ്മ അല്ലേ? അതെ, അമ്മയാണ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളൂ വിചാരിച്ചിരിക്കുക. അപ്പോ നമുക്ക് പോവാം അല്ലേ? പരിചയപ്പെടാം. വരൂ വരൂ. ഗായത്രി വീഡിയോയിൽ മീറ്റ് ചെയ്യാൻ മനോഹരമായ ഒരു കീർത്തനമാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. നമസ്കാരം വിജയലക്ഷ്മി. ഹലോ, നമസ്കാരം. നമസ്കാരം ചേച്ചി. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ചേച്ചിക്ക് മനസ്സിലായല്ലേ ഞങ്ങള് സുപ്രഭാതം കേബിൾ വിഷൻ എന്ന്? അല്ല, എല്ലാരും എന്റെ ശബ്ദം കേട്ടാ മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ല? അല്ല, ഞാൻ സുപ്രഭാതത്തിന്റെ ആളാ. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു ക്ലൂ തരുമോ? ക്ലൂ തരണമെങ്കിൽ ഒരു പാട്ട് പാടാം. ആയിക്കോട്ടെ, അത് നല്ലത്. तेरी आँखों के सिवा दुनिया में रखा क्या है? ഇപ്പൊ കരണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, നമ്മൾ തമ്മില് സ്റ്റേജ് ഒന്നും പാടിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പരാതി ഉണ്ട്. എവിടെ നമ്മൾ എന്തോരം പാടി? 1-2 സ്റ്റേജാണ്. മനസ്സിലായി. അപ്പൊ ഏതായാലും വളരെ സന്തോഷം, നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത്. അയ്യോ, എനിക്ക് സന്തോഷമായി കേട്ടോ, എത്ര നാളായി. അതെ അതെ. അപ്പൊ പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? കാര്യങ്ങൾ പറയും. സൂപ്പർ അല്ലേ? സൂപ്പർ. ഇപ്പൊ ഈ കോവിഡ് ആയിട്ട് ഒരുപാട് ഷോ എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടായിരുന്നു. എങ്ങനെ വീട്ടിൽ ഇരുന്നു? എങ്ങനെ ചെലവഴിച്ചു? അതിന് വലിയ വിഷയമൊന്നുമില്ല. നമ്മള് പുതിയ കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, കമ്പോസ് ചെയ്യുക. അത് നല്ല കാര്യം. പിന്നെ അത്യാവശ്യം അച്ചാർ സെക്ഷൻസ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഏതൊക്കെ അച്ചാറാ? നമ്മള് വെറൈറ്റി അച്ചാർ, എല്ലാരും ഉണ്ടാക്കുന്ന സാധനം അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താണ് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയത്? ആപ്പിൾ അച്ചാർ. ആപ്പിൾ അച്ചാർ. യെസ്, സൂപ്പർ. ഇത് ആരാ ഉണ്ടാക്കുന്നപ്പോ?
ആപ്പിൾ അച്ചാറും ഉമ്മ അരിഞ്ഞ അരികളിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ആണോ? റെസിപ്പി അച്ചാർ അങ്ങനെയാണെങ്കിൽ പൊടികളുടെ ഉപ്പ് ആപ്പിൾ അച്ചാറിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആപ്പിള് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക, പഠിച്ചു വെച്ചു, നമുക്ക് അടുത്ത എപ്പിസോഡ് കുഞ്ഞായിട്ട് അരിയുക, എന്നിട്ട് അച്ചാർ പൊടി ഉപ്പൊക്കെ ഇടുക, പിന്നെ നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ. ശരി, ഏതായാലും ഈ സുപ്രഭാതം ചാനലിന് വേണ്ടിട്ട് ഒരു ഗാനം അതെ, ആയിക്കോട്ടെ. അല്ലേ? എന്നിട്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് തുടങ്ങാം. റെഡി? നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. Thank you. Thank you, thank you, Thank you so much. അപ്പൊ ഏതായാലും സുപ്രഭാതത്തിന് വേണ്ടി സുപ്രഭാതം പാടിയതിൽ വളരെ സന്തോഷം. അതാണ്. താങ്ക് യു. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്ത് എങ്ങനെയാണ്? ഇപ്പൊ ഈ കോവിഡ് ആണല്ലോ, അപ്പൊ കൂടുതലായിട്ട് യാത്രകളൊന്നും ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? എങ്ങനെ പോകുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു കാര്യങ്ങളൊക്കെ? ഇതാണ് നമ്മളെ പുതിയ കീർത്തനങ്ങൾ പഠിക്കുക, കമ്പോസ് ചെയ്യുക. ഇപ്പൊ അച്ചാർ സെക്ഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആപ്പിള്, സബർജിലെ ചക്ക, കുടംപുളി മുതലായവ അതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മുടെ ഈ സിനിമയിലോട്ട് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അല്ല, ഇത് അതിനു മുമ്പ് നമ്മുടെ വൈക്കത്തപ്പനെ കുറിച്ചൊരു കീർത്തനം പാടിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ കമ്പോസ് ചെയ്തായിരുന്നു. കമ്പോസ് ചെയ്തായിരുന്നു. അതൊന്ന് നമുക്ക് വേണ്ടി പാടാൻ പറ്റും? ആയിക്കോട്ടെ. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് അതായിരുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്താണ് അത് ഉണ്ടാക്കിയത് അല്ലേ? കമ്പോസ് ചെയ്ത്. ഓക്കെ, ഒന്ന് പാടാവോ? ശിവശങ്കര പാലയമാ, ശിവശങ്കര പാലയമാ, ശംഭോ ശിവശങ്കര പാലയമാം, പരമശിവശങ്കര പാലയമാം, വയാഘ്രപുര നിലയ പരമശിവശങ്കര പാലയമാം, വയാഘ്രപുര നിലയ പരമശിവശങ്കര പാലയമാം, പാലയമാം. വളരെ മനോഹരം. താങ്ക് യു. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ വീണയുണ്ട്, ഈ ഗായത്രി വീണയുണ്ട്, അതുപോലെ തന്നെ വലിയ ഒരുപാട് ഇൻസ്ട്രുമെന്റ്, കീബോർഡ് ഉണ്ട് കാണുന്നത്, പിന്നെ കമ്പോസർ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണോ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതെ, ഇവിടെ നിന്നാണ് റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ ഇൻസ്ട്രുമെന്റിൽ എത്ര ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യാൻ പറ്റും? ഞാൻ പിന്നെ വീണ, കീബോർഡ് വായിക്കാറുണ്ട്. പിന്നെ സാധാരണ വീണ ഇച്ചിരി പണിയാട്ടോ. ജയറാമേട്ടൻ തന്നത് എല്ലാം ഗിഫ്റ്റ് ആട്ടോ. ജയറാമേട്ടൻ തന്നൊരു നേരത്തെ പറഞ്ഞു. സാധാരണ വീണ. ദാസേട്ടൻ വയലിൻ തന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലല്ല, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്നത്. അതെ അതെ. ഇതിനാണ് 6.5 മണിക്കൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഗിന്നസിലോട്ടുള്ള കാൽവയ്പേ ആയിട്ടുള്ളൂ. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഡോക്ടറേറ്റ് ലഭിച്ചായിരുന്നു 2017. എന്തായാലും നമ്മളെല്ലാവരും നെഞ്ചോട് ഏറ്റിയ ഒരു സോങ് ആണ് കാറ്റേ കാറ്റ്. അപ്പൊ അതിലേക്കൊന്ന് വരാനുള്ള ഒരു കാരണം ആദ്യം പറഞ്ഞു പോവാം. അത് അങ്ങനെ ആ സിനിമാ ഗാന രംഗത്തേക്ക് എങ്ങനെ എത്താനുള്ള ഒരു അത് എം ജയചന്ദ്ര സാറാണ് സെലക്ട് ചെയ്തത്. കമൽ സാറും ജയേന്ദ്ര സാറുമാണ് സെലക്ട് ചെയ്തത്. ഞാൻ അമൃതവർഷിണി രാഗം സാർ ഒരു ദിവസം കേൾക്കാനിടയായി, ജയചന്ദ്ര സാറ്. അപ്പൊ എനിക്ക് MS സുബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു പഴയകാല ചിത്രം കമൽ സാർ നിർമ്മിക്കാൻ പോകുന്നു. അപ്പോഴാണ് ഓപ്പൺ ആയിട്ട് പാടുന്ന ഓപ്പൺ സിംഗിങ് ഒരു ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ട് എന്നൊക്കെ കമൽ സാർ പറഞ്ഞപ്പോൾ ജയേന്ദ്ര സാർ എൻ്റെ പേര് സെലക്ട് ചെയ്തു. അതൊരു ഭാഗ്യമാണ്, ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. സ്പെഷ്യൽ ജൂറി പുരസ്കാരം അതൊക്കെ കിട്ടിയ. അപ്പൊ അതൊന്ന് പാടാം. പിന്നെന്താ, ആയിക്കോട്ടെ. പക്ഷെ എന്റെ കൂടെ ഡുവറ്റ് പാടുകയാണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം കേട്ടോ. ഡുവറ്റോ? ഞാൻ പാടണമെന്നോ? എന്താ സിംഹത്തിന്റെ മടയിൽ പെട്ട പോലെ ആയിപ്പോ. ഇല്ല, എനിക്ക് ഒരു കാര്യം ചെയ്യാം. ഞാനൊന്ന് നമുക്ക് നോക്കിയിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പാടും. ശ്രീറാം സാർ നല്ല രസത്തിൽ പാടി വെച്ച സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പാടി വെക്കാം. പിന്നല്ലാതെ അതൊന്നും വിഷയം.
സൂപ്പർ ആയിരുന്നു. പിന്നെ ഈ ഗായത്രി വീണ അല്ലാതെ കസു എന്ന് പറഞ്ഞൊരു ഉപകരണം കൂടി ഉണ്ടല്ലോ. അതൊരു റഷ്യൻ ഉപകരണമാണ്. അതെ അതെ. അത് മിക്കവരും ഞാൻ എല്ലാവരും സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജിങ്കിനമണി ഇല്ല, ജിങ്കിനമണി അത് തന്നെ. അത് വായിക്കും. പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് സിനിമയിൽ ഭക്തിഗാനങ്ങൾക്കൊക്കെ. നാഗസ്വരം പോലെയൊക്കെ വായിക്കും. വായിൽ വെച്ചിട്ട് മൂളിയാ മതി, ഊതൊന്നും വേണ്ട. അപ്പൊ എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? വായിച്ചു തരാലോ. എനിക്ക് അതിനിടക്ക് ചോദിക്കാനുള്ള വെച്ചാൽ ഈ പാട്ടിന് മുമ്പ്, ഈ കസു വായിക്കുന്നതിന് മുമ്പ് എത്ര രാജ്യങ്ങളിൽ കറങ്ങിയിട്ടുണ്ടാവും? തോനെ ഉണ്ട് കേട്ടോ. ഗൾഫ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ അങ്ങനെ. ഗൾഫില് ദുബായിൽ എല്ലാം. പിന്നെ സൗദി അറേബ്യ പോയിട്ടില്ല കേട്ടോ. അപ്പൊ ചൈനയോ? എന്റെ അമ്മ, ഞാൻ ചൈന പോയിട്ടില്ല. ചൈനയായിട്ട് പോവാതിരിക്കുന്നില്ല. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവിതോ. ആയിക്കോട്ടെ. ഇതാണ് കസു എന്നുള്ള റഷ്യൻ ഉപകരണം. ഇതിലെ ജിങ്കിനമണി എന്നുള്ള സോങ്ങിന്റെ ഓപ്പൺ ബിജി വായിച്ചതിന് ശേഷം ക്ഷണക്കത്ത് എന്നുള്ള ചിത്രത്തിലെ ശരസാറിന്റെ സംഗീതത്തില് ദാസേട്ടനും ചിത്രചേച്ചി ആലപിച്ച ആകാശദീപം, കൈതപ്പുറം തിരുമേനിയുടെ രചന. അടിപൊളി. കേട്ടിട്ടുണ്ട്. അതെ, ഇതാണ് ഇതിപ്പം കാനവളിയിൽ ഇത് വായിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ചില സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ് വായിച്ചിട്ട് തുടങ്ങുന്നത്. അതെ, ഞാനും വായിക്കാറുണ്ട്. അതെ. ഇനി ആകാശദീപം. അതെ, ആകാശദീപത്തിലേക്ക് പോകാം. ഓക്കെ. ഇതാണ് കസു. അതിൽ നമുക്ക് വേണമെങ്കിൽ എന്തും പാടാം അല്ലേ? നല്ല സംഗതി ഇട്ട് പാടാം. അത്യാവശ്യം പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് അത് കൂടായിട്ട് ചെയ്യാൻ പറ്റും. ഇത് എടുത്തിട്ട് ചിലർക്ക് ഊതുന്നുണ്ട്. ഊതിക്കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും വരില്ല. ഇത് അല്ല, തുറന്ന് പാടുന്ന പോലെ ഇത് ചെയ്യണം. അതാണ് അപ്പൊ നമ്മൾ ഈ സുപ്രഭാതം എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഇതിന്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഇവിടെ വന്നത് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. ഓ, അങ്ങനെയാ? എനിക്ക് ഗായത്രി വീണ. അയ്യോ, അത് വേണ്ട. അയ്യോ, അതിനെന്താ മോളെ, വന്നോടും ഒരു കുഴപ്പമില്ല. ഗായത്രി വീണ കാണാനുള്ള ആഗ്രഹമല്ലേ? എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഈ 6 സെൻസുള്ള ഗിറ്റാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നോക്കില്ല. ഇനി ഒറ്റ സ്ട്രിംഗിൽ ഇവിടെ എന്ത് ചെയ്യാനോ നോക്കണല്ലോ. എന്തായാലും ചുമ്മാ പറഞ്ഞു തരാം. എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് അച്ഛൻ നിർമ്മിച്ച വീണയാണ് ഗായത്രി വീണ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യിൽ നെയിൽ ക്യാപ്പ് ധരിക്കുക, ഇടത്തെ കയ്യിൽ ഒരു റോഡ് ഉപയോഗിച്ച് ഉരച്ചുകൊണ്ടാണ്, കമ്പിയിൽ ഉരച്ചുകൊണ്ടാണ് പാട്ടുകൾ വായിക്കുന്നത്. സാധാരണ വീണയെ പോലെ ഫ്രെഡ്സുകളില്ല. സാധാരണ വീണയിലെ ഫ്രെഡ്സ് ഉണ്ടാവും, സ്വരസ്ഥാനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നുമില്ല, നമ്മുടെ മനസ്സിലെ ഉദ്ദേശം വെച്ചാണ് വായിക്കുന്നത്. ഞാൻ തന്നെ പഠിച്ചോളൂ, അതുകൊണ്ട് എനിക്ക് പഠിക്കടോ. അപ്പൊ വായിച്ചേപ്പിക്കോ? പിന്നെന്താ, വായിച്ചേപ്പിക്കാലോ. ഏത് പാട്ടാ വേണ്ടേ? നീ മുകിലോ. യെസ്, ആയിക്കോട്ടെ.
പക്ഷെ ഇതുപോലൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മതി മതി, ഇവിടെ അവിടെ ഇരുത്താനുള്ള പ്രശ്നം ഇതാണ്. ഞാൻ കുറ്റക്കാരനായി മാറും. ഈശ്വര, വാ, വാ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചെയ്യാവുന്ന കാര്യമില്ല. അതൊക്കെ ചെയ്തു തരുള്ളൂ, താൻ വിഷമിക്കണ്ട. എന്തായാലും ഇവിടെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഒന്ന് സെലിബ്രിറ്റിനൊക്കെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടത്. എന്തായാലും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല രസം. എല്ലാ ഇൻസ്ട്രുമെന്റും ഇതുപോലെ ഈ ഗായത്രി വീണ എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കാണുന്നല്ലേ? അപ്പൊ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. പൊന്നമ്പിളി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ല്. അയ്യോ, ആണോ? അപ്പൊ താനൊരു പാട്ട് പാടാവോ? പാടുവോ? ചെറുതായിട്ടൊക്കെ പാടും. അപ്പൊ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. എന്റെ എല്ലാ ചില സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ ബാക്കിയൊന്ന് പാടണം. ബാക്കിയ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. പൊന്നമ്പിളി നന്നായിട്ട് പാടിയിട്ടാ. ഇവളിപ്പോ ഈ പിന്നെ വിജയലക്ഷ്മിനെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അന്തരം കേട്ട് പഠിക്കാൻ തുടങ്ങിയ. അതാണ് ഭയങ്കര ഇഷ്ടമായി. സംഭവം. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം അല്ലേ? ആയിക്കോട്ടെ. നമ്മള് കുറച്ച് വിശേഷങ്ങൾ ഇനി പുറത്തുനിന്ന് എടുക്കാം അല്ലേ? നല്ല ഈശ്വര വിശ്വാസിയാണല്ലേ? അതെ അതെ, ഞങ്ങൾ പണ്ട് മുതലേ ഇവിടുത്തെ ദേവിയുമായി ഉള്ള ഒരു അഭേദ്യമായ ബന്ധം ഒന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ദേവിയുടെ അനുഗ്രഹത്തിൽ. എന്നും വരാറുണ്ടോ? അതെ, എന്നും വരാറുണ്ട്. പ്രോഗ്രാം ഇല്ലാത്തപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. പറ്റുമ്പോഴൊക്കെ വരും. ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഐശ്വര്യപൂർണ്ണമായി പോകുന്നത്. ആണല്ലേ? നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ്. അതെ. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു നല്ലൊരു കീർത്തനം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതെ അതെ അതെ, നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി. ആയിക്കോട്ടെ. ഉദയനപുരം വാഴും നാഗേശ്വരി, ഉദയനപുരം വാഴും നാഗേശ്വരി, ഉരഗശക്തീശ്വരി രാജേശ്വരി, ഉദയനപുരം വാഴും നാഗേശ്വരി, ഉരഗശക്തീശ്വരി രാജേശ്വരി, ശ്രീ മഹാനാഗചാമുണ്ടേശ്വരി, നന്ദാവന ശ്രീ കുടുംബക്ഷേത്രവാസിനി, ശ്രീ മഹാനാഗചാമുണ്ടേശ്വരി, നന്ദാവന ശ്രീ കുടുംബക്ഷേത്രവാസിനി, ഉദയനപുരം വാഴും നാഗേശ്വരി. സൂപ്പർ, മനോഹരമായി. കാരണം ഇത്രയും ഭക്തസാന്ദ്രമായിട്ടുള്ള ഒരു ഗാനം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടില്ല. എന്നാലും ഈ സുപ്രഭാതത്തിന് അത് ഒരു സുഖമായി അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമുക്കൊന്ന് എന്തെങ്കിലും കഴിച്ചാലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പൊ പിന്നെ നമ്മളിത് കഴിക്കാണ്ടെങ്ങനെ ശരിയാവല്ലേ? ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പേടിക്കണ്ട, കഴിക്കാതെ നമ്മൾ വിടത്തില്ല. അപ്പൊ നമുക്ക് ഭക്ഷണത്തിലേക്ക് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. യെസ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാര്യത്തിലോട്ട് എടുക്കാം. അതെ, നല്ല എനർജി ആയിരിക്കും അല്ലേ? ഇഡ്ഡലിയാണോ ഉള്ളത്? സൂപ്പർ. അപ്പൊ വിജയലക്ഷ്മിക്ക് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതും എല്ലാം ഡിഫറെന്റ് സോങ്സ് ആണ്. അതിപ്പോ എല്ലാ ഭാഷയിലും ഒരുവിധം എത്ര ഭാഷ പാടിയിട്ടുണ്ടാവും? ഇപ്പൊ എത്രയാ? മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, 5. തെലുങ്കിൽ ഇപ്പൊ നമ്മളെ ബാഹുബലിയിൽ ഇപ്പൊ എങ്ങനെയാണ് അതെങ്ങനെ എത്തിപ്പെട്ടത്? ഈ ബാഹുബലിയുടെ ഗാനം അതെ, ഡി ഇമാൻ സാറിന്റെ തമിഴ് പാട്ടുകളൊക്കെ കേട്ടപ്പോഴത്തേക്കും കീരവാണി സാറാണ് വിളിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ മാനേജർ മാണിക് ഭാഷ
ഭാഷ ചേട്ടനെ വിളിച്ച അല്ല ഭാഷ എന്നാ പേര് കേട്ടോ. ഞാൻ ഇച്ചിരി കൂടി ചേർന്നേ ഉള്ളൂ. ഓക്കെ. ദൈവമേ അങ്ങനെയാണ് വിളിച്ചത്. അപ്പൊ അതൊരു ഹൈദരാബാദിൽ പോയി റെക്കോർഡ് ചെയ്തൊരു ഭാഗ്യമായി. ഒരുപാട് പാട്ടുകൾ പാടിയത് ഈ ഇതിനിടയിൽ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇതുവരെ ഇല്ല. അല്ല ഇങ്ങോട്ട് ഭഗവാനായിട്ട് കൊണ്ട് തന്നത് ഇന്നേ വരെ. മറ്റൊന്ന്, ഈ വിജയലക്ഷ്മിയെ തന്നെ പാടണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ടോ? ആരായിരുന്നു? ഒരാളുടെ പേര് ഒരു തമിഴ് ഗാനമായിരുന്നു. അതിന് ചുമ വന്നിട്ടേ മാറിയില്ലായിരുന്നു 3 മാസത്തേക്ക്. 3 മാസത്തേക്ക് ചുമ ആയിരുന്നു അല്ലേ? ആ സമയത്ത് അവർ വെയിറ്റ് ചെയ്തു, എന്നിട്ട് പാടി. ഇത് എപ്പോഴായിരുന്നു? അത് കുറേ ആയി. 2018. അതെ അതെ അതെ. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണോ പാടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ? അത് ഞാൻ അതുപോലെ പാടും. പിന്നെ അവര് പറയും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇട്ടോ, പറഞ്ഞാൽ മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഇതില്ല. ഇല്ല, അങ്ങനെ ഇടാൻ തോന്നുന്നു ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. വെറുതെ വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇടാറില്ല. അങ്ങനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മള് പറയിപ്പിച്ചിട്ടില്ല. മറ്റുള്ള പ്ലേബാക്ക് സിംഗേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേബാക്ക് സിംഗർ ആരാണ്? എല്ലാരും ഇഷ്ടമാണ്, ആരും നമുക്ക് വിടാൻ പറ്റില്ല. ആരെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്നത്? അതായത് വിജയലക്ഷ്മിയുടെ പാട്ടല്ലാതെ വേറെ മറ്റുള്ള പ്ലേബാക്ക് സിംഗേഴ്സിന്റെ പാട്ടുകൾ? പിന്നെ പീലീരാമ്മ പ്രധാനമായിട്ട്, മകന് വാണിയമ്മ, അങ്ങനെ ജാനകിയമ്മ, ചിത്രചേച്ചി, അങ്ങനെ എല്ലാവരുടെയും നമുക്ക് ആരെയും വിടാൻ പറ്റത്തില്ല. ദാസേട്ടൻ അല്ലേ, എന്നാ നമ്മള് മാനസഗുരുവല്ലേ നമ്മുടെ. സ്റ്റേജിൽ കൂടുതലായിട്ട് പാടിക്കുന്നത് ഏതാണ്? നമ്മുടെ പാട്ടുകൾ കാറ്റേ കാറ്റേ, പിന്നെ പഴയ പാട്ടുകളൊക്കെ പാടിക്കും കേട്ടോ. പീലീരാമ്മ, ഉജ്ജയിനിയിലെ ഗായികയും. ചേച്ചി, ഇപ്പൊ ഞങ്ങളെ പോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ പാടാനുള്ള ടിപ്സുകളും വല്ല സംഗതികളും ഒക്കെ പറയാനുണ്ടോ? പറഞ്ഞു തരാമല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശാസ്ത്രീയ സംഗീതം അടിസ്ഥാനമായി പഠിക്കുക മാത്രമല്ല, പിന്നെ സാധകം ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ധാരാളം കച്ചേരികൾ പ്രഗത്ഭരായ എല്ലാവരുടെയും കേട്ട് അവരുടെ സംഗതികൾ മനസ്സിലാക്കി അങ്ങനെ പാടാൻ ശ്രമിക്കുകയാണെങ്കിൽ, രാഗമൊക്കെ മനസ്സിലാക്കി പാടാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ശോഭിക്കും, നല്ലപോലെ ശോഭിക്കും. അപ്പൊ അങ്ങനെയാണ് സിനിമയിലൊക്കെ പാടാനൊക്കെ ചാൻസ് വരും. കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ടൈമില്ല, പഠിപ്പിക്കുമായിരുന്നു. അതെ, പിന്നെ വെക്കേഷന് വേണ്ടി മാത്രം പാട്ട് പഠിക്കരുത്. ചുമ്മാ ഒരു സൈഡിലാക്കി ടൈം പാസ് ആകാൻ പാടില്ല. ഒരു ഉപാസന, സാധനയായി എടുക്കുക, സംഗീത ഉപാസനയായിട്ട് എടുക്കുക, ഭഗവാനെ ഉപാസിക്കുന്നത് പോലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാണ് പാടിയത്? ഏത് ഫിലിമിലാണ്? ഞാനിപ്പോ തെലുങ്ക് സിനിമയിൽ പാടിയായിരുന്നു. പിന്നെ മലയാളത്തിലെ റൂട്ട് മാപ്പ് എന്നുള്ള സിനിമയിൽ പാടി. എനിക്കൊരു സംശയം, ഇപ്പൊ മലയാളത്തിൽ കിട്ടുമെന്നുള്ള കാര്യം. നമുക്ക് നമ്മുടെ ജാസ്തി തെലുങ്കില് അല്ല, ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ ആർക്കറിയാന്നുള്ള സിനിമ. ആർക്കറിയാണ് ഇപ്പൊ മലയാളത്തിൽ ലാസ്റ്റ് വന്നത് അല്ലേ? കാറ്റേക്ക് ശേഷം ശ്രീരാമേട്ടൻ ഞാനും കൂടെ ഇതാ പാടി. വിജയലക്ഷ്മിയുടെ ഒരുപാട് പാട്ടുകൾ കേട്ടു, പിന്നെ ക്ഷേത്രത്തിൽ പോയി, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു. അപ്പം എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും വലിയൊരു ഗായികയെ സമ്മാനിച്ച അതിൻ്റെ പിന്നിൽ 2 പേരുണ്ട്, 2 ശക്തരുണ്ട്, അമ്മയും അച്ഛനും അല്ലേ? അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അവരെന്നെ പറയുന്നത് നല്ലത്. എന്ത് പറയുന്നു? അച്ഛനെ അമ്മയെ കുറിച്ച് പറയും ആദ്യം. എന്നാ സൂപ്പർ അല്ലേ? അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് വി മുരളീധരൻ. അച്ഛൻ പ്രാക്ടീസ് ചെയ്യുവാനും മറ്റു കാര്യം, അമ്മ മറ്റ് പ്രാഥമിക എല്ലാ ആവശ്യങ്ങൾക്കും. അമ്മയും 2 പേരും കൂടെ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകുള്ളൂ. ഇപ്പൊ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട്. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ പ്രോത്സാഹനം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം. ഇനി അച്ഛന് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള മോൾക്ക്. ഇത് ദൈവം നേരിട്ട് കൊടുത്ത ഒരു കഴിവാണ്. 5 വയസ്സുമുള്ളപ്പോൾ 2 വയസ്സുള്ളപ്പോൾ തന്നെ നന്നായിട്ട് പാടുമായിരുന്നു. ഇപ്പം 5 വയസ്സിൽ തന്നെ ഒരു 100 രാഗങ്ങൾ ആ സമയത്ത് അറിയാം. അതിൻ്റെ കീർത്തനങ്ങളും പാടും. അന്നും മനോധർമ്മ സ്വരമൊക്കെ പാടുമായിരുന്നു. അപ്പം അതിന് ശേഷമാണ് ഗുരുമുഖത്തു നിന്നും പഠിച്ചു തുടങ്ങിയത്. അത് 7 വയസ്സ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഫിലിം ഫീൽഡിലാണെങ്കിൽ തന്നെ മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രാഗമാണ്, അതിൻ്റെ നൊട്ടേഷൻ എന്താണ്, അതെല്ലാം മനസ്സിൽ പതിച്ചിട്ട് അത് മ്യൂസിക് ഡയറക്ടർ പറയും. ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ മനോധർമ്മയൊക്കെ പാടിക്കൊള്ളാൻ പറയും. അതനുസരിച്ച് പാടും. അതാണ് ലിറിക്സ് ഒക്കെ എങ്ങനെയാണ്? ലിറിക്സ് ബൈ ഹാർട്ടാണ്. ഇവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. ചില പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ റെക്കോർഡ് ചെയ്ത് കൊടുത്ത് കാണാപ്പാടം ലിറിക്സ് ഒക്കെ പഠിച്ച് അങ്ങനെ തയ്യാറെടുപ്പോടു കൂടിയാണ് പോണത്. അവിടെ എത്തിയിട്ട് അവിടെ പിന്നെ ബാക്കിയൊക്കെ പിന്നെ ചില പാട്ടുകളൊക്കെ അവിടെ ചെന്നിട്ടാണ് അവർ പറയുന്നത്. വിജയലക്ഷ്മി ജനിച്ചത് തന്നെ വിജയദശമിയുടെ അന്നാണ്, ഒക്ടോബർ 7, 1981 ഒക്ടോബർ 7 ജനിച്ചത്.
അതാണ് വിജയലക്ഷ്മിയുടെ പേര് നൽകിയത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ എല്ലാ കഴിവും കൊടുത്തു. ഒരു കുറവ് മാത്രം കുറച്ച് വച്ചോളൂ. അതിനൊരു വിഷമം ഉണ്ട്. എന്നാലും പാട്ടിലെ ഇത്ര വലിയ ആളായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലോകം മുഴുവൻ പോകാൻ പറ്റി. എല്ലാവരും ഞങ്ങളെ അറിയും. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അമ്മുമ്മേ, ചേച്ചിയുടെ കരിയർ അമ്മൂമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേടാ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അതെ, ചേച്ചിയുടെ കരിയർ പാട്ടാന്ന് എപ്പോഴാ മനസ്സിലായത്? അത് ശരിക്കും ഞങ്ങള് ചെന്നൈയിലായിരുന്നു ചെറുപ്പത്തില് വിജയലക്ഷ്മി ഞങ്ങളെല്ലാവരും. അപ്പം സിന്ധു ബരു എന്ന സിനിമയില് ഞാനൊരു സിന്ധു കാവടി സിന്ധു എന്നൊരു പാട്ട് അന്ന് പാടുമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അങ്ങനെ ഞങ്ങൾക്ക് കഴിവുകൊണ്ട് മനസ്സിലായി. പിന്നെ അങ്ങനെ 2 വയസ്സുള്ളപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ ക്ലാസിക്കൽ കാസറ്റൊക്കെ ഇട്ടപ്പോൾ അതേപോലെ രാഗം വിസരിച്ച് പാടുക. അപ്പോഴാണ് എല്ലാ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. ഞങ്ങളും പാടുമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ വിജയലക്ഷ്മി ഞങ്ങളെ ഇവിടം വരെ എത്തിക്കാവോ? അവിടം വരെ ഞങ്ങൾ എത്തിക്കുവാണ്. വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ സുപ്രഭാതത്തിൽ പങ്കെടുത്തതിൽ. പ്രത്യേകിച്ച് അച്ഛനെയും അമ്മയും എല്ലാവരെയും പരിചയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു ദിവസം നമുക്ക് ഇതുപോലെ നമുക്ക് സംസാരിച്ച് പാട്ടുകളൊക്കെ പാടി കുറച്ച് സമയം കൂടണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ നേരത്തെ ചേച്ചിയുടെ കൂടെ പാട്ട് പാടി. അതെ, എനിക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താണ്? ചേച്ചി പാട്ട് പാടി ഞാൻ ഡാൻസ് കളിക്കണം. അയ്യോ, അത് പറ്റൂലേ? എനിക്ക് ഒരു ഡാൻസ് കളിച്ചോട്ടെ? ആയിക്കോട്ടെ, അതിനെന്താ, ആയിക്കോട്ടെ കുഞ്ഞ്. മോളുടെ ആഗ്രഹമല്ലേ, ഡാൻസ് കളിക്കൂ. നന്നായിട്ട് കളിക്കോ? എന്നാ ശരി. എന്നാ വിജയലക്ഷ്മി ഒരു നല്ലൊരു പാട്ട് പാടണം. കാരണം ഒരുപാട് അടിപൊളി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. കാരണം എല്ലാ പാട്ടുകളും പാടുന്ന ആളാണ് അല്ലേ? ജില്ല് പാട്ട്. ഹലോ നമസ്കാരം ഫ്ലവേഴ്സ്. നീ ചീപ്പ് ഉണ്ടോ? എന്താ ചേച്ചി, ഒരു ബിസ്ക്കറ്റ് എടുത്തുന്നതിന് ഇങ്ങനെ കുളിക്കണോ? ഓ, തലമുടി ജീവന ചീപ്പ് കണ്ടോന്ന് ഞാനും കണ്ടില്ലേ. അവരിപ്പോ വരും, എന്റെ മുടി ഒന്ന് ചെയ്യും അവസാനമായിട്ട്. സൂപ്പറാണല്ലോ. ഒന്ന് പോയി, ഇവിടെ പൊന്തിരിക്കണ്ട്. എന്ത് കഷ്ടം. എന്താ ഇതെന്താ സാധനം? ഇതെന്റെ പേരല്ല ചീപ്പ്. ഞാൻ ആലോചിക്കുകയും ചെയ്തു. ഞാൻ ചെയ്യുവാൻ നേരത്തെ ഉണ്ടായിരുന്നു, കെട്ടിക്കഴിഞ്ഞപ്പോ കാണാനില്ല. അടുത്ത് വരാൻ പോണതേ ഓർമ്മശക്തിയിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് 1.5 വയസ്സുള്ള കൊച്ചാണ്. നാണക്കേട് ഉണ്ടാക്കരുത് കേട്ടോ. നീ ഒന്നും മിണ്ടായിരിക്കുന്ന വല്ല തരണോ? പണ്ടത്തെ വെച്ചിട്ട് അതൊക്കെ മാറ്റി എന്നിട്ട് വിളിക്കും. കൊച്ചിനെ വിളിക്കും. ഞാൻ ഇരുന്നിട്ട് വിളിക്കാല്ലേ? അയ്യ, അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇക്ഷാത്ര മറക്കേണ്ട കാര്യമില്ല. കൊച്ചിന്റെ പേര് ഇക്ഷ. അങ്ങനെ ഇക്ഷക്കുട്ടി, ഓടി വാ, ഓടി വാ. ഹലോ, ഹായ് പറ. അവിടെ ഹായ് പറഞ്ഞേ. അവിടെ ഹായ് പറ. ഹായ് പറ. അപ്പൊ ഇതാണ് ഇക്ഷക്കുട്ടി. ഇക്ഷക്കുട്ടിക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതൽ തന്നെയാണ്. അതെ, ഇത്തിരി അല്ല, ഒത്തിരി കൂടുതലാണ്. ഇക്ഷക്കുട്ടിയുടെ അച്ഛനെയും അമ്മയും കൂടെ ഒന്ന് കാണാം. അവരെയും കൂടി നമുക്ക് വിളിക്കാം. അത് ശരിയാ. വരൂ പ്ലീസ്, ഇരിക്കും. അപ്പോൾ ഇതാണ് ഇക്ഷക്കുട്ടിയുടെ അച്ഛനും അമ്മയും. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞിട്ട് ഇക്ഷാഖ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഞാൻ വരച്ചേനെ. ഓക്കെ, എന്താ ശരിക്കും പേര്? എൻ്റെ പേര് അൻഷിത്. എൻ്റെ പേര് കൃഷ്ണ. കൃഷ്ണ. അൻഷിതും കൃഷ്ണയും. ഇത് ഇക്ഷക്കുട്ടി. ഇക്ഷക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞേ. ഇക്ഷക്കുട്ടിക്ക് ഇപ്പോൾ 1.5 വയസ്സായി. ആള് ഓർമ്മശക്തിക്ക് റെക്കോർഡ് നേടി. എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ? ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ റൈംസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചെറുത്, അപ്പോൾ ഞാൻ പെൻഡ്രൈവിലാക്കിയിട്ട് നമ്മൾ TV യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അവൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ അടുത്ത പാട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് ഇങ്ങനെ അവൾ തന്നെ വന്നിട്ട് പറയാൻ തുടങ്ങി. എല്ലാ പാട്ടും ഇഷ്ടമാണ്. അത് 1-2 കുറച്ചധികം പാട്ടുകൾ തന്നെ വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ജോണി പാട്ടുണ്ടാവുമല്ലോ, അതിൽ ഞാനിപ്പോൾ ജോണി എന്ന് പറയുകയാണെങ്കിൽ അവൾ അതിൻ്റെ അടുത്തത് എസ് പപ്പ. കാരണം അവൾക്ക് ഞങ്ങളെ 2 പേരും പേര് വിളിക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറയുന്നത് പാട്ടായിരുന്നു പറഞ്ഞിരുന്നത്. വേറെ ഏത് പാട്ടിനാണെന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പാടിത്തരും. നമ്മളിപ്പോൾ ഇപ്പോൾ ബാബ പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞുതരും. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് പാട്ടിനോടൊരു കൂടുതൽ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പാട്ടുകൾ കൂടുതലായിട്ട്
കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പാട്ടുകൾ കുറച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് നമ്മളൊരു വയസ്സിന് മുൻപേ തന്നെ ഇങ്ങനെ പറയുന്നൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ ഷോപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ എ ലെറ്റർ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പിന്നെ പുറത്തൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലാണെങ്കിൽ ബോർഡുകളൊക്കെ കാണുമ്പോൾ അവൾ അതിലത്തെ എ മാത്രം നമുക്ക് മറ്റുള്ള ലെറ്റേഴ്സ് നിന്നൊക്കെ വിട്ട് ഇപ്പോൾ എ ഞങ്ങൾ ആദ്യം കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡെൻ്റൽ എന്ന് എഴുതിയിട്ടില്ലേ, അപ്പം ഞങ്ങൾ ഡെൻ്റലിൻ്റെ ആ എ മാത്രം അവളിങ്ങനെ നമുക്ക് ചൂണ്ടി കാണിച്ചു തരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇക്ഷയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഇക്ഷയുടെ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്കൊന്ന് കാണണ്ടേ ഇക്ഷയുടെ? അതെ, ആള് എന്തൊക്കെ പരിപാടികളാണ് ഒപ്പിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. ഓക്കെ, ഹൂസ് വെക്കോ. വെരി ഗുഡ്, വെരി ഗുഡ്. ബിഷപ്പ് വെക്കോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനേ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതിനെ ഡിസ്റ്റർബ് ആവണ്ടെന്ന് എഴുതി മാറി ഇരുന്നാണ്. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോലും അറിയാൻ പാടില്ല. എനിക്കിത് ഇങ്ങനെ വെക്കുന്നെങ്കിൽ എനിക്ക് ആലോചിച്ചു ഇപ്പോഴും പഠിക്കായിരുന്നു. ഇത് പുതിയ പരിപാടി അല്ലേ? കൊളംബിയ എവിടെ? കൊളംബിയ, കൊളംബിയ. വെരി ഗുഡ്. ബെൽജിയം, ബെൽജിയം എവിടെ? ബെൽജിയം, ബെൽജിയം നോക്കൂ. മൈക്ക് വേണോ? ബെൽജിയം, ബെൽജിയം മാത്രം. ബെൽജിയം മാത്രം. വെരി ഗുഡ്. ഇറാൻ എവിടെ? ഇറാൻ, ഇറാൻ. വെരി ഗുഡ്. അടുത്തത് സിഗ്നൽസ് കേട്ടോ മോളോ. സിഗ്നൽസ് പറയാനാട്ടോ. ഓക്കെ, ഇതെന്താ? നാരോ ബ്രിഡ്ജ്. ഇതെന്താ? മൈക്ക് വേണ്ടേ? മൈക്കില്ലെങ്കിൽ ഇഷക്കുട്ടി പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റൂല. എന്നാ മമ്മക്ക് ബസ് സ്റ്റോപ്പ് കാണിച്ചെന്നേ. ബസ് സ്റ്റോപ്പ് എവിടെ? ബസ് സ്റ്റോപ്പ് ബുക്കിലുണ്ട്. ബസ് സ്റ്റോപ്പ് എവിടെ? ബുക്കിലാണ്. എവിടെ? ആയിക്കോട്ടെ. ഇനി നാരോ ബ്രിഡ്ജ് എവിടെ? നാരോ ബ്രിഡ്ജ്. വെരി ഗുഡ്. ലെവൽ ക്രോസിംഗ്. വെരി ഗുഡ്. സൗണ്ട് ഹോൺ. വെരി ഗുഡ്. ക്രോസ് റോഡ് എവിടെ? ക്രോസ് റോഡ്. വെരി ഗുഡ്. ഇനി നമുക്ക് വേറെ നോക്കാം. ഹംപ് എവിടെ? ഹംപ്. വെരി ഗുഡ്. നോ യു ടേൺ. വെരി ഗുഡ്. സ്റ്റോപ്പ് എവിടെ? സ്റ്റോപ്പ്. വെരി ഗുഡ്. കേരള, തമിഴ്നാടു, ചെന്നൈ, ഗോവ, കർണാടക, സിക്കിം, ബീഹാർ. അമ്മ മറന്നുപോയി, പക്ഷെ കൊച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാരൊക്കെയാ? അമ്മ ചോദിക്കട്ടെ, പറഞ്ഞു തരുമോ? അമ്മ ചോദിക്കാം, കുഞ്ഞ് പറഞ്ഞു തരും കേട്ടോ. ആരൊക്കെയാണ്? കുഞ്ഞ എവിടെ? സച്ചിൻ ടെണ്ടുൽക്കർ എവിടെ? സച്ചിൻ ടെണ്ടുൽക്കർ. വെരി ഗുഡ്. ഇന്ദിരാഗാന്ധി എവിടെ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിനെ തൊട്ടണിച്ചെന്നേ. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എവിടെ? നോക്കൂ. എവിടെ? ശ്രദ്ധിച്ച് നോക്കാണ്. ഇന്ദിരാഗാന്ധി എവിടെ? ഇങ്ങോട്ടൊക്കെ നോക്കി, ഇങ്ങോട്ടൊക്കെ നോക്കി. ഇന്ദിരാഗാന്ധി എവിടെ? JRT ടാറ്റ എവിടെ? വെരി ഗുഡ്. ജവഹർലാൽ നെഹ്റു. വെരി ഗുഡ്. ഡോക്ടർ അംബേദ്കർ. വെരി ഗുഡ്. നെൽസൺ മണ്ടേല. വെരി ഗുഡ്. അബ്ദുൽ കലാം എവിടെ? APJ അബ്ദുൽ കലാം. വെരി ഗുഡ്. ലാൽ ബഹദൂർ ശാസ്ത്രി എവിടെ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. MS സുബ്ബലക്ഷ്മി. വെരി ഗുഡ്. രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി. വെരി ഗുഡ്. ഇനി നമുക്ക് വേറെ നോക്കാം അല്ലേ? വേറെ നോക്കാം. വേറെ എന്താ ഉള്ളത് നോക്കാം നമുക്ക്. നോക്കിയേ, ഇത് പറയണോ? ഇത് പറയോ? അത് പറയാം. പറയോ? ഓക്കെ. ഒപ്പന എവിടെ? ഒപ്പന. വെരി ഗുഡ്. തെയ്യം എവിടെ? തെയ്യം. ഇവിടെ ഇവിടെ ഇവിടെ. തെയ്യം എവിടെ? തെയ്യം. മാർഗംകളി എവിടെ?
തിരുവാതിരക്കളി എവിടെ? തിരുവാതിരക്കളി വെരി ഗുഡ്. കോൽക്കളി കോൽക്കളി അതാണ്. കോൽക്കളിയിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ ഇക്ഷക്കുട്ടിനെ ഇതൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുത്തു? അത് പഠിപ്പിക്കാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പിക്ചേഴ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തുന്നു. അപ്പം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാന്നുള്ളത് മാത്രം. ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പാട്ടിനോടാ താല്പര്യം നേരിച്ചപ്പോൾ ഞങ്ങൾ കുറേ പാട്ടുകൾ വരച്ചു കൊടുത്തു. പിന്നെ അവൾ ഇങ്ങനത്തെ കാര്യങ്ങളോടെ കണ്ടു പഠിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു കൊടുത്തു. അതെ 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 അതെ. പിന്നെ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1-2 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അവൾ പറയും, വേഗം പറയും. അവൾ വേഗം പറയും. ഇപ്പോൾ അതേപോലെ മന്ത്രിമാർ, അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് എല്ലാം പറയുന്നതാണ്. അപ്പോൾ അവൾക്കുള്ള മൂഡിനനുസരിച്ച് അവൾ പറയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ അവൾ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയുകയൊന്നുമില്ല. അതെ, ചില സമയത്ത് ചില പോലെ. നമ്മൾ ഈ കണ്ടത് മാത്രമല്ലാണ്ട് വേറെ എന്തൊക്കെ ഇങ്ങനെ പറയാറ്? ഞാൻ പറഞ്ഞില്ലേ മിനിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ഫ്ലാഷ് കാർഡ്സ്, ഇപ്പം നേരത്തെ ഫ്ലാഗ് കാണിച്ച പോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്. അതിപ്പോൾ നമുക്ക് സാധാരണ അറിയുന്ന ഒന്നുമല്ല, കുറച്ചും കൂടി വേറെ ഇതിലുള്ളത്. അതെ അതെ, കുറച്ചൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയത്തായിരുന്നു. ഇപ്പം ഇതിലുള്ള പകുതി കാര്യങ്ങളും നമുക്ക് അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് പറഞ്ഞു കൊടുത്താൽ അവൾക്ക് സംസാരിക്കാനായപ്പോൾ നമ്മൾ കേട്ടിട്ട് ഇപ്പം അവൾ ഇപ്പോഴാണ് ഇപ്പോൾ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ അവൾ ഒറ്റയ്ക്ക് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. മറ്റേ നമ്മൾ ചോദിക്കുമ്പോൾ തൊട്ട് കാണിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവൾ കറക്റ്റായിട്ട് പറയും. അത് വർത്താനം പറയാനായപ്പോൾ അത് അങ്ങനെ ആയി. ആണോ? നോ പാർക്കിംഗ് കാണിച്ചു തരുമോ? ഓക്കെ ഓക്കെ. എന്താണ് മോള് ഇത്രയും പെർഫോമൻസ് ചെയ്തപ്പോ പപ്പ മാറിയിരുന്നു? എന്ത് പറ്റി? മാറുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രദ്ധ തെറ്റും. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് എടുത്തു തരും. പിന്നെ എൻ്റെ കൂടെ ആയിരിക്കും കളി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടിക്കോട്ടെ ചിന്തിച്ചിട്ട് മാറിയെന്നാണ്, വേറെ ഒന്നുമല്ല. അത് നന്നായി. നമ്മൾ വളരെ കുറച്ച്, അതും ഞാൻ ബുക്കിൽ കാണിച്ചില്ലേ, പരംവീർ ചക്ര അങ്ങനെയുള്ള എന്തെല്ലാം ഡീറ്റെയിൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് ആർക്കും സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. എന്തായാലും ഒരുപാട് അത്ഭുതം ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ഇക്ഷക്കുട്ടിയെ പരിചയപ്പെട്ടത് അല്ലേ? എന്നും ഓർമ്മയിൽ ഇത് ഞങ്ങൾ മറക്കൂല. ഇത് മറക്കൂല, ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും ഇതുണ്ടാവും. മാത്രമല്ല ഞാൻ പതുക്കെ ഞാൻ പരിശീലനങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ ആലോചിക്കാം. അത് ചേച്ചിനോട് ചോദിച്ച കാര്യം എനിക്ക് തോന്നുന്നില്ല. കൊച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റിക്കോണമെന്നില്ല. അതെ, നീ തന്നെ ഇന്ന് തന്നെ ഈ പുസ്തകം മേടിച്ച് വായിച്ചു കൊടുക്കാൻ തുടങ്ങി ഒരറ്റത്ത് നിന്ന്. റിസ്കാ അങ്ങനെയാണ്. അവിടേക്ക് ഇവിടേക്ക് കൊടുക്കൂ, ഇവിടേക്ക് കൊടുത്തേ, ഇവിടെ 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 എല്ലാവർക്കും കൊടുത്തേ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയാലോ ഇക്ഷക്കുട്ടിയെ പരിചയപ്പെട്ടപ്പോ? ബൈ 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 കിട്ടിയിട്ടുണ്ട് അല്ലേ? മലയാളം ഇംഗ്ലീഷ് മാത്രല്ല ഹിന്ദി അവൾക്ക് കേട്ടാലും മനസ്സിലാവും. എന്താ അവള് ഹിന്ദി പാട്ടുകളൊക്കെ പാടുകയും ചെയ്യും. ഹിന്ദി പാട്ട് റൈംസ് ഒക്കെ അവള് പാടും. പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവും. കൂട്ടത്തിൽ അതും കൂടി ഉണ്ട്. അപ്പോ ഇക്ഷക്കുട്ടിയുടെ വിശേഷങ്ങളെല്ലാം നമ്മളിന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ ഇടയിലും ഇതേപോലെയുള്ള എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. ഇതൊന്ന് എക്സ്ട്രാ 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 ഓർഡിനറി ടാലന്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. Ta-da.